പ്രവീൺ, SUT ആശുപത്രിയിലെ ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം കൺസൾട്ടൻ്റ് ആണ്. എന്താണ് ഇന്റർവെൻഷണൽ റേഡിയോളജി? ഇന്റർവെൻഷണൽ റേഡിയോളജിയെ പറ്റിയുള്ള അവബോധം പൊതുവെ പൊതുജനങ്ങൾക്കിടയിൽ വളരെ കുറവാണ്. ഇതിന് പ്രധാന കാരണം ഇത് താരതമ്യേന ഒരു പുതിയ സ്പെഷ്യാലിറ്റി ആയതും വളരെ ചുരുക്കം ആശുപത്രികളിൽ മാത്രം ലഭ്യമായതുകൊണ്ടുമാണ്. റേഡിയോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഇമേജിംഗ് എന്നാൽ നമുക്കറിയാം, രോഗനിർണയത്തിന് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്ന ഒരു മോഡേൺ മെഡിസിൻ ശാഖയാണ്. ഇതിൽ വിവിധ തരം സ്കാനിങ് ഉപകരണങ്ങൾ ലൈക്ക് MRI, അൾട്രാസൗണ്ട്, എക്സ്റേ, CT സ്കാൻ മുതലായവ ഉപയോഗിച്ച് രോഗാവസ്ഥ എവിടെയാണെന്നും അത് ഏത് തരത്തിലുള്ളതാണെന്നും കൃത്യതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ രോഗം എവിടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെറിയ സുഷിരങ്ങൾ വഴി അല്ലെങ്കിൽ പിൻഹോൾ ഇൻസിഷൻസ് വഴി ചെറിയ ഉപകരണങ്ങൾ, കത്തീറ്റർ, സ്റ്റെന്റ്, ബലൂൺ മുതലായ ഉപകരണങ്ങൾ കടത്തി രോഗമുള്ള ഭാഗത്ത് സ്ഥാപിച്ച് കൃത്യതയോടെ ചികിത്സ നൽകുന്ന വിഭാഗമാണ് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി ചികിത്സയുടെ പ്രധാന സവിശേഷത ഇത് മിനിമലി ഇൻവേസീവ് ആണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ശരീരത്തിൽ വലിയ മുറിവുകളുടെ ആവശ്യമില്ല. വളരെ ചെറിയ മുറിവുകളോ അല്ലെങ്കിൽ പിൻഹോൾ ഇൻസിഷൻസ് വഴിയോ ആണ് ഈ ചികിത്സകൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള ഒരു അനസ്തീഷ്യയോ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആശുപത്രി വാസവും റിക്കവറി ടൈമും വളരെ കുറവാണ്. പ്രൊസീജിയർ കഴിഞ്ഞ് 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആശുപത്രി വിടാൻ മിക്കപ്പോഴും സാധിക്കുന്നു. തല മുതൽ പാദം വരെയുള്ള വിവിധ തരം അസുഖങ്ങൾക്ക് ഇന്ന് ഇന്റർവെൻഷണൽ റേഡിയോളജി ചികിത്സ ലഭ്യമാണ്. തലച്ചോറിനെ ബാധിക്കുന്ന പ്രധാന അസുഖങ്ങളിലൊന്നായ സ്ട്രോക്ക്, അത് 2 രീതിയിൽ വരാം. രക്തക്കുഴൽ തടസ്സം വന്നുണ്ടാകുന്ന ഇഷ്കീമിക് സ്ട്രോക്ക്, അതിനുള്ള മെക്കാനിക്കൽ ത്രോംബക്ടമി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിംഗ് വഴി രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്ന ചികിത്സാ രീതി. അതുകൂടാതെ രക്തസ്രാവം വന്ന് ഉണ്ടാകുന്ന സ്ട്രോക്ക്, അതിനുള്ള അന്യൂറിസം കോയിലിംഗ് അല്ലെങ്കിൽ AV മാൽഫോർമേഷൻ, എംബുലൈസേഷൻ തുടങ്ങിയ ചികിത്സ ഇന്ന് SUT ആശുപത്രിയിൽ ലഭ്യമാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മുഴകൾ, പ്രധാനമായി ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം, കരളിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ശ്വാസകോശങ്ങളെ ബാധിക്കുന്ന മുഴകൾ എന്നിവയ്ക്കുള്ള എംബുലൈസേഷൻ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസിയോ മൈക്രോവേവ് അബ്ലേഷൻ മുതലായ ചികിത്സയും ഇന്ന് ലഭ്യമാണ്. പ്രമേഹ രോഗികളിൽ പ്രധാനമായും കണ്ടുവരുന്ന കാലിലെ രക്തക്കുഴലിനെ ബാധിക്കുന്ന തടസ്സങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന മുറിവുണങ്ങാൻ താമസം വരുന്ന അവസ്ഥയും കാലുകൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയും ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാലുകളിലെ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ സ്റ്റെൻറ്റിംഗ് ചികിത്സ, ഇതുവഴി നല്ലൊരു ശതമാനം രോഗികൾക്ക് രോഗമുക്തി നേടാൻ സാധിക്കുന്നു. ഇതുകൂടാതെ അശുദ്ധ രക്തക്കുഴലിനെ ബാധിക്കുന്ന വേരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾക്കുള്ള ലേസർ, റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ, ഇതുകൂടാതെ ഗ്ലൂ തെറാപ്പി, സ്ക്ലീറോ തെറാപ്പി തുടങ്ങിയ ചികിത്സയും ഇന്ന് SUT ആശുപത്രിയിൽ ലഭ്യമാണ്.